Our logo has been changed. See, this is our പഴയ logo ആയിരുന്നു. ഇത് നമ്മുടെ പുതിയ logo ആണ്. Okay. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്? Our logo has been changed. ഇവിടെ എന്തുകൊണ്ട് has been ഉപയോഗിച്ചു? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് has been have been ആണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ been വരുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ആണ്. Okay. ഇതിനെ ഇംഗ്ലീഷിൽ പാസീവ് വോയിസ് എന്ന് പറയും. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. എന്താണോ ചെയ്യുന്നത് അതിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ലോഗോ മാറ്റി, അതിനാണ് ഇമ്പോർട്ടൻസ്. ശരിക്കും ഇത് ഇങ്ങനെ പറയാം, ആക്റ്റീവ് വോയിസിൽ ഇങ്ങനെ പറയാം, വി ഹാവ് ചേഞ്ച്ഡ് അവർ ലോഗോ. ഞങ്ങളുടെ ലോഗോ മാറ്റി. ശരിക്കും അവിടെ ഞങ്ങൾ വേണ്ട, ലോഗോ മാറ്റിയത് മാത്രം മതി. ആ സമയത്താണ് അവർ ലോഗോ ഹാസ് ബീൻ ചേഞ്ച്ഡ് എന്ന് പറയുന്നത്. അവർ ലോഗോ ഹാസ് ബീൻ ചേഞ്ച്ഡ്. ഇനി ഞങ്ങൾക്ക് വേറൊരു ലോഗോ ഉണ്ട് ഇംഗ്ലീഷ് ഹൗസ് ജൂനിയറിന്. ഓക്കെ. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലോഗോസ്, 2 ലോഗോ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ പറയാം? അവർ ലോഗോസ്, ലോഗോ മാറി ലോഗോസ് എന്നായി. അവർ ലോഗോസ് ഹാവ് ബീൻ ചേഞ്ച്ഡ്. ഹാസ് അല്ല ഹാവ്, കാരണം പ്ലൂറലാണ്. ഓക്കെ. അതുകൊണ്ടാണ് അവർ ലോഗോസ് ഹാവ് ബീൻ ചേഞ്ച്ഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളും. അപ്പോൾ ഞാൻ ആ ഡോക്യുമെൻറ്റ് മെയിൽ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ പറയാം? ഐ ഹാവ് മെയിൽഡ് ദ ഡോക്യുമെൻറ്റ്, അല്ലേ? അപ്പോൾ അവിടെ അതായത് ഞാൻ എന്നതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഡോക്യുമെൻറ്റ് മെയിൽ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ദ ഡോക്യുമെൻറ്റ് ഹാസ് ബീൻ മെയിൽഡ് എന്ന് പറയാം. ദ ഡോക്യുമെൻറ്റ് ഹാസ് ബീൻ മെയിൽഡ്. ഓക്കെ. ഇനി ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ദ ഡോക്യുമെൻറ്റ്സ് ഹാവ് ബീൻ മെയിൽഡ് എന്ന് പറയാം. ക്ലിയർ? ഇനി ബൈ മീ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്പോക്കൺ ഇംഗ്ലീഷിൽ അത് ഓക്കെയാണ്. അപ്പോൾ ഹാവ് ബീൻ ഹാസ് ബീൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. മുകളിൽ ബയോയിൽ ഞങ്ങളുടെ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. താങ്ക് യു. English House, English at your fingertips.